ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം കേരളം മുഴുവൻ ഇപ്പോൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അതിലൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പതനം ആഗ്രഹിച്ച് അവൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ, അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ കേരളം മുഴുവൻ തെളിവെടുപ്പിന് വേണ്ടി ജനമധ്യത്തിലൂടെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോകില്ലേ, അത് കണ്ട് ഒരു ആനന്ദം നമുക്കുണ്ടാകുമല്ലോ, അത് കാത്തിരിക്കുകയാണെന്ന മട്ടിലാണ് കുറേ ആളുകൾ ചോദിക്കുന്നത്. വേറെ കുറേ ആളുകൾ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ പാവം പയ്യനെ പോലീസ് ഉപദ്രവിക്കുമോ, ഇത്രയും കാലം ഒളിവിൽ കഴിയുമ്പോൾ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ലേ, ഇനി പോലീസ് പിടിച്ചാൽ തന്നെ സകലരുടെയും മുന്നിൽ നാണം കെടുത്തിക്കൊണ്ട് വലിച്ചിഴച്ച് അയാളെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണേണ്ടി വരില്ലേ. അങ്ങനെ രാഹുലിനോടുള്ള സ്നേഹം കൊണ്ട് അയാൾ തിരിച്ചു വരണം, അയാൾ ശക്തമായി തന്നെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഭാഗമാകണം എന്ന നിലയിൽ രാഹുലിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നവരും വലിയൊരു വിഭാഗം മറുവശത്തുണ്ട്. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെയും ന്യൂസ് 24 മലയാളം ചാനലിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ CPM അനുകൂല നിലപാടുകളെ വാർത്ത എന്ന രീതിയിൽ 24 മണിക്കൂറും രാഹുലിനെതിരെയും കോൺഗ്രസിനെതിരെയും അവതരിപ്പിച്ചിട്ടും കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ സാമൂഹ്യ നിരീക്ഷണത്തിൽ മനസ്സിലായിട്ടുള്ള കാര്യം, സോഷ്യൽ മീഡിയയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിരന്തരമായി ശബ്ദിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളും നിഷ്പക്ഷമതികളാണ്. അവർ കോൺഗ്രസിൻ്റെ ആളുകളോ കോൺഗ്രസുമായി ബന്ധമുള്ളവരോ ഒന്നുമല്ല. അവർ ചിലപ്പോൾ CPMകാരായിരിക്കാം, ചിലപ്പോൾ BJPക്കാരായിരിക്കാം. പക്ഷേ പ്രത്യേകിച്ചും വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ, സ്ത്രീകളായിട്ടുള്ള ആളുകൾ, വലിയൊരു വിഭാഗം ഞങ്ങളുടെ മോനെ കുടുക്കി എന്ന മട്ടിൽ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം എനിക്ക് തന്നെ ഒരുപാട് പേര് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഈ വിഷയം. അതുപോലെ തന്നെ നമ്മുടെ ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ വരുന്ന, അതായത് ആ യുവതിയെ അധിക്ഷേപിക്കുകയൊന്നും ചെയ്യുന്നില്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായി തിരിച്ചു വരണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഹുലിനെ വീണ്ടും കാണണം, അവൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കാണണം, അവനെ ശരിക്കും പറഞ്ഞാൽ കുടുക്കിയതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരുപാടുണ്ടെന്നേ. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമെന്നാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരവിന് ഏറ്റവും അധികം വിഘാതം നിൽക്കുന്നത് ആരാണ്? അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്ന VD സതീശൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, അതുപോലെയുള്ള ആളുകളാണ് കോൺഗ്രസിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആ കേസ് കോൺഗ്രസിന് നേരെ തിരിയുന്നു എന്ന ഘട്ടം വരുമ്പോഴാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറയുന്നത്, അയാളെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള VS ജോയിയുടെ ഒരു വാക്ക് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. അല്ല, രാഹുൽ കോൺഗ്രസിൻ്റെ നല്ല ഒരു വാഗ്ദാനമായിരുന്നു. വളർന്നു വന്നു, പാർട്ടി ഒരുപാട് അവസരം കൊടുത്തു, കോൺഗ്രസിന് നല്ലൊരു അസറ്റായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ചില ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ വന്നു. സ്വാഭാവികമായും പൊതുപ്രവർത്തന രംഗത്ത് കുറച്ച് മാറിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുമായിരിക്കും. അദ്ദേഹം കഴിവ് തെളിയിച്ച ആളാണ്. തീർച്ചയായും അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം തിരിച്ചു വരുന്നത് തന്നെയാണ് ഒരു വ്യക്തിപരമായ എൻ്റെ പ്രതീക്ഷ. അതാണ്. രാഹുലിനെ കണക്ട് ചെയ്ത് ബോധപൂർവം ഷാഫിയെ ലക്ഷ്യം വെക്കുന്നുണ്ടോ CPM? അല്ല, അത് സ്വാഭാവികമായിട്ട് സൈബർ ഇടങ്ങളിലൊക്കെ ആ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വത്തെ മുഴുവൻ, കോൺഗ്രസിനെ എല്ലാവരെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ ഈ മലവെള്ളപ്പാച്ചിലെ നുര പോലെ അതൊന്നും താൽക്കാലികമായി മാത്രം ഉണ്ടാവുള്ളൂ, അതൊക്കെ അപ്രത്യക്ഷമാവും. ഇപ്പോൾ VS ജോയ് പറയുന്ന ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് കോൺഗ്രസ് നേതാക്കൾ, പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് VD സതീശനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി, അവരുടെ പൗഡർ കുട്ടപ്പൻ മുഖം കുറച്ചുകൂടി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത വിധത്തിൽ തുടക്കം മുതലേ തള്ളിപ്പറയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ്? ഈ വിഷയം, ഈ പരാതി വന്ന അന്ന് മുതൽ, അതായത് ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന അന്ന് മുതലേ രാഹുലിനെ പുറത്താക്കണമെന്ന് ഞാൻ നിരന്തരമായി പറയുകയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾ അത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നു, UDFൻ്റെ ഭരണസാധ്യത കൊണ്ട് തൊലച്ച മഹാൻ. ഇയാൾക്കൊക്കെ പാർട്ടി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അവനവൻ്റെ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അവനവൻ്റെ മുഖ്യമന്ത്രി കുപ്പായത്തിന് കളറടിക്കാനുള്ള ഓരോ പണി മാത്രമാണ്. കോൺഗ്രസ് പ്രവർത്തകരെ, അണികളെ, അനുഭാവികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ നേതാക്കൾ എന്ത് പോക്കൃത്തരമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ, പാർട്ടി ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരുത്തൻ പറയുന്നത് ഞാൻ മറ്റുള്ളവരെ അറിയിച്ചിരുന്നു, അവരൊക്കെ രാഹുലിനെ സംരക്ഷിച്ചു, ഞാൻ മാത്രം പുണ്യാളൻ. ഈ പാർട്ടി പെട്ടുകിടക്കുന്ന സമയത്ത് CPMനും BJPക്ക് അടിക്കാനുള്ള വടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കുകയാണ് ഈ രമേശ് ചെന്നിത്തല ചെയ്തത്.
ഇതാണോ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ നിലനിൽപ്പാണ് ലക്ഷ്യമെങ്കിൽ, കോൺഗ്രസിൻ്റെ കെട്ടുറപ്പാണ് ലക്ഷ്യമെങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സംരക്ഷിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഇവനൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല. ഇവൻ എന്ന് പറഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല. നോക്കുക, കോൺഗ്രസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കി എന്നുള്ളത് വേറെ രക്ഷയില്ലാതെ ചെയ്തൊരു നടപടിയെന്നോ അല്ലെങ്കിൽ മാതൃകാപരമായ നടപടിയെന്നോ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ അത് മാതൃകാപരമാണെന്നും CPM-ഉം BJP-യും ഒക്കെ ഇങ്ങനെ ചെയ്യുമോ എന്നും കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളൊക്കെ ചോദിക്കുന്ന സമയത്ത് ചെന്നിത്തല ചെയ്യുന്നത് ഞാൻ ഇതുപോലുള്ള നേതാക്കൾ കോൺഗ്രസിന് രക്ഷയാണോ ശിക്ഷയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ. നിങ്ങൾ പറയാനുള്ളത് പറയും. ഇങ്ങനെയുള്ള നേതാക്കൾ എന്താണ് ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നിൽ നിന്ന് കുത്തലും സ്വയം ശവക്കുഴി തോണ്ടലുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VS ജോയ് പറഞ്ഞു നോക്കുക, കൃത്യമായ മറുപടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇത് താൽക്കാലികം മാത്രമാണ്. അത് മലവെള്ളപ്പാച്ചിൽ പോലെ അങ്ങ് പോവും. അത് കഴിഞ്ഞ് കേസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അതിന്മേലുള്ള നടപടികൾ നിലനിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കോടതി നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനുള്ള സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്ന് വളരെ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ VS ജോയ് പറയുമ്പോൾ അതിന് കോൺഗ്രസ്സുകാർ കൈയടിക്കും. യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഈ പാർട്ടിക്ക് കരുത്ത് വേണം, നേതാക്കളിൽ അധിഷ്ഠിതമല്ല ഈ പാർട്ടിയെന്നും ഈ പാർട്ടിയിൽ കഴിവുള്ളവർ വളർന്നു വരണമെന്നും കഴിവുള്ള യുവ നേതൃത്വം ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവരെ തകർക്കാനുള്ള നീക്കങ്ങൾ ബോധപൂർവം ഉണ്ടായാൽ അതിനെയൊക്കെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും ചിന്തിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഒരു വലിയ ജനക്കൂട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനുണ്ട്. CPM-നും BJP-ക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ജനഹൃദയങ്ങളിൽ സ്വീകാര്യതയേറെയുള്ള ഒരുപാട് യുവ നേതാക്കൾ കോൺഗ്രസിലുണ്ടെന്നേ. അതാണ് മറ്റുള്ളവരുടെ ഭയം. അതുകൊണ്ട് അവരെ അടിച്ചിരുത്തുക എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നയം, എതിരാളികൾ സ്വീകരിക്കുന്ന നയം. അപ്പോൾ അതിനൊപ്പം നിന്ന് ഈ പിള്ളേരെ ചവിട്ടി തേച്ച് ഇല്ലാതാക്കുക എന്ന പണിയാണ് ഈ ചെന്നിത്തലയെ പോലെ സതീശനെ പോലെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിർത്തണമെന്നേ. ഐക്യകണ്ഠമായ അഭിപ്രായം പറയണം. ഐക്യ ജനാധിപത്യ മുന്നണി എന്ന പേര് മാത്രം പോരാ. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാനുള്ള സാധ്യതകൾ എപ്പോഴും കോൺഗ്രസിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഷാഫി പറമ്പിലിനെ കടന്നാക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, അതിനെ ചെറുക്കേണ്ടതുണ്ട് എന്നൊക്കെ VS ജോയ് പറയുമ്പോൾ അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. പക്ഷേ എങ്കിലും അദ്ദേഹം കോൺഗ്രസിലെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അത് പറയുമ്പോൾ അതിന് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ കയ്യടി കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതായി എന്ന നിലയിൽ നടത്തുന്ന പ്രചാരണങ്ങൾ ആ രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം നിന്നുകൊടുക്കുന്ന പ്രവണത അതുണ്ടാകരുത് എന്നുള്ളതാണ് പൊതുജനങ്ങളടക്കം പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന് കേസ് തെളിയിച്ച് അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുകയോ കേസിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയോ ചെയ്ത് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകണം. അഗ്നിശുദ്ധി വരുത്തി രാഹുൽ തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചെത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. അതിനിടയിലൊക്കെ ജനങ്ങൾ വലിയ തോതിൽ ആഹ്ലാദാരവങ്ങൾ മുഴക്കുകയാണ്. അതായത് ജനങ്ങൾക്കിടയിൽ, കോൺഗ്രസ് അനുഭാവികൾക്കിടയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണമെന്നും സൂപ്പർ സ്റ്റാറായി നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ നാൾ വഴികളിലേക്ക്, അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. പക്ഷേ രാഷ്ട്രീയപരമായുള്ള ഒരു ചർച്ച നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. അത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പോരാട്ടം തുടരും എന്ന മൂഡിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ നിലയിൽ തന്നെയാണ്. നമുക്ക് ആലോചിച്ച് നോക്ക്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ കീഴടങ്ങാമായിരുന്നു. കോടതിയിൽ കീഴടങ്ങാം, അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാം, അതിനുശേഷം നിയമ നടപടികൾ നേരിടാം. അതിനുശേഷം ഈ കേസ് ട്രയലിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ആ സമയത്ത് ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാമെന്ന് പറഞ്ഞ് രാഹുൽ എല്ലാ പ്രതീക്ഷയും നശിച്ച് കീഴടങ്ങുകയായിരുന്നുവെങ്കിൽ, പിടികൊടുക്കുകയായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരുപാട് വർഷങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് നഷ്ടമാകും. ഈ കേസ് നിലനിൽക്കുന്നിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ ഒരു പരിപാടിക്കും വരാൻ പറ്റില്ല. കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിലേക്ക് രാഹുലിനെ തിരിച്ചെടുക്കാനും കഴിയില്ല. തിരിച്ചെടുത്താൽ ഉടനെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ആ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ ഒളിവിൽ പോയി, ആ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം മാത്രം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എന്ന നിലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ അപ്പോഴും
കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന ചോദ്യം കേരള പൊതുസമൂഹം സജീവമായി തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എങ്കിൽ അത് കോൺഗ്രസിലെ അണികൾക്കും അനുഭാവികൾക്കും അതിലൊരു വലിയ വിഭാഗത്തിന് വലിയ തോതിൽ ആഹ്ലാദം പകരുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പോൾ തന്നെ VS ജോയെ പോലുള്ളവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കണം, അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി എല്ലാ കേസുകളിൽ നിന്ന് മുക്തനായി തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തി തിരിച്ചു വരികയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ നടപടി മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയപരമായി CPM-നെയും BJP-യെയും നേരിടുകയാണ്. കാരണം കോൺഗ്രസ് ചെയ്തത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെയൊക്കെ CPM ചെയ്യുമോ? ഇങ്ങനെയൊക്കെ പീഡനക്കേസും ആരോപണങ്ങളും വന്ന സമയത്ത് അവരുടെ മെമ്പേഴ്സിനോട്, CPM-ൻ്റെ അംഗങ്ങളോട് ഈ തരത്തിലാണോ CPM ഇടപെട്ടത്? CPM സംരക്ഷിക്കുകയായിരുന്നില്ലേ? P ശശി, VK ശശി, ഈ പറയുന്ന M മുകേഷ് തുടങ്ങിയ ആളുകളെ മുഴുവൻ CPM സംരക്ഷിക്കുകയല്ലേ ചെയ്തത്? പക്ഷെ കോൺഗ്രസ് എന്താണ് ചെയ്തത്? ആരോപണം വന്നപ്പോൾ തന്നെ, പരാതി വന്നപ്പോൾ തന്നെ ഉടനടി ഇവരെ പിടിച്ച് പുറത്താക്കിയില്ലേ എന്നുള്ളതാണ് കോൺഗ്രസ് രാഷ്ട്രീയപരമായി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അങ്ങനെ രാഷ്ട്രീയപരമായ ഒരു ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വെച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞു പോകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമായി മറുവശത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കണം. അതായത് അഗ്നിശുദ്ധി വരുത്തി കേസുകളിൽ തൻ്റെ നിരപരാധിത്വം തെളിയിച്ച ശേഷം നിയമപരമായി തിരിച്ചു വരാനുള്ള, നിയമപരമായി കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം തിരിച്ചു വരാനുള്ള സാഹചര്യം രാഹുലിന് കൊടുക്കണമെന്ന വാദം അതിശക്തമായി ഉയരുന്നുണ്ട്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ഈ വാദം ശക്തമായി ഉയരുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പൂർണ്ണമായി തള്ളിപ്പറയുകയും ഒരു തരത്തിലും സഹായിക്കാതിരിക്കുകയും ചെയ്തത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധത്തിനും നേതൃത്വത്തിനെതിരായ ഒരു വലിയ വികാരത്തിനും കാരണമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് രാഹുലിനെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജാണ്. രാഹുലിന് ഒളിവിൽ തുടരാൻ സാധിക്കുന്നു എന്നുള്ളത് ഒളിവിലിരുന്നു കൊണ്ട് തന്നെ നിയമ പോരാട്ടം ശക്തമാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു സൂചനയാണ്, അല്ലെങ്കിൽ തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നതിൻ്റെ സൂചനയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ രാഹുലിന് തൻ്റെ ഭാഗം തെളിയിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ തനിക്ക് മുൻകൂർ ജാമ്യമെങ്കിലും നേടിയ ശേഷം പുറത്തു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഒരു വിഭാഗം പ്രതീക്ഷിക്കുന്നത്.